റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുജ്. നായത്തോട് മഹാകവി ജി മെമ്മോറിയൽ സ്കൂളിൽ നിന്നും തിരുനായത്തോട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പകർച്ചവ്യാധികളും മഞ്ഞപ്പിത്തം, എലിപ്പനി, ഡെങ്കിപ്പനി മുതലായ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ സമയത്ത് വെള്ളക്കെട്ട് മൂലം മാലിന്യം അടിഞ്ഞുകൂടുന്നതിൽ നാട്ടുകാർ ആശങ്കയിൽ. അനേകം വിദ്യാർത്ഥികൾ കടന്നു വരുന്ന ഈ വഴിയിൽ വെള്ളക്കെട്ട് മൂലം മാലിന്യം അടിഞ്ഞുകൂടുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിൽ. അവരുടെ ആശങ്ക ഇൻസൈഡ് റിപ്പോർട്ടുമായി പങ്കുവയ്ക്കുന്നു. രീതിയിൽ വെള്ളം കെട്ടി കിടന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ 5-6 വർഷങ്ങളായി. ഓരോ രാഷ്ട്രീയക്കാർ മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ വീട് ഈ സൊസൈറ്റിയുടെ തൊട്ട ബാക്കിലുള്ള വീടാണ്. അപ്പോൾ സൊസൈറ്റിയുടെ മുമ്പിൽ വരുന്ന ആൾക്കാർക്കൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം ഒരു തുള്ളി വെള്ളം കൊടുത്ത് പോകില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ സൊസൈറ്റിയിലേക്ക് വെള്ളം അകത്തേക്ക് കയറാറായി. ഇന്ന് ബുക്കൊക്കെ എടുത്ത് അകത്ത് കയറ്റി വെച്ചിട്ടാണ് അവർ പോയേക്കുന്നത്. അപ്പോൾ നടക്കലിൻ്റെ അവിടം വരെ, ആ സ്റ്റെപ്പിൻ്റെ അവിടം വരെ വെള്ളമുണ്ട്. എല്ലാ വർഷവും ഇതന്നെ സ്ഥിതി. ഇനിയിപ്പോൾ ഒരു 5-6 മാസത്തേക്ക് വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ നിർത്തിയില്ല. കാരണം തുടക്കം മുതൽ ഇപ്പോൾ ഇവിടെ ഈ കൽക്കെട്ടിൻ്റെ ഉള്ളിലേക്കുള്ള വെള്ളമൊക്കെ ഊർന്ന് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റുള്ള കിണറുകളിൽ, ഈ ആവശ്യമുള്ള കിണറുകളിലൊന്നും വെള്ളം കുടിക്കാൻ കൊള്ളില്ല. അത് വേറെ കേസ്. ഇപ്പോൾ വെള്ളം തുറന്ന് പോകില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അഴുക്ക് ചെന്ന് ഊറിയിട്ട് വെള്ളം ഒരു ഇത്തിരി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നില്ല. മറ്റത് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം പറ്റുമായിരുന്നു. ഇപ്പോൾ വെള്ളം പറ്റുന്നില്ല. രാത്രിയൊക്കെ നമ്മുടെ കുടിക്കാത്തതിനായിരുന്ന കുറേ അധികം പച്ചമരുന്നുകളുണ്ടായിരുന്നു. മരുന്നുകൾ ഒരുപാടാണ് വീട്ടിലുള്ളത്. ഇത് കംപ്ലീറ്റ് നശിച്ചു. ഇതാണ് സ്ഥിതി. കിടന്നുറങ്ങാൻ നിർത്തില്ല. ഇതിൽ ഈ വെള്ളം ഇങ്ങനെ പൊങ്ങണാറുണ്ട്. പാമ്പും ഒക്കെ വന്ന് പറിക്കകത്തേക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറാണ്. ഒരു രക്ഷയില്ല. പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല. ഇതാണ് സ്ഥിതി ഇപ്പോൾ ഉള്ളത്. ഇത് പണ്ടേ ചെയ്യേണ്ട പണിയായിരുന്നു. ഇവർ മതിൽ കെട്ടേണ്ട ചെയ്യേണ്ട പണിയായിരുന്നു. ഇവരൊക്കെ ഇറങ്ങേണ്ടിയിരുന്നു. അവരെ കൊണ്ട് തൊടിക്കരുതായിരുന്നു. പാടത്തേക്കുള്ള വഴി അവരെ കൊണ്ട് തൊടിക്കരുതായിരുന്നു. ഒക്കെ പിടിച്ച് പള്ള കളഞ്ഞ് വഴി വെട്ടേണ്ടിയിരുന്നു. ഞങ്ങളുടെ ഈ റോഡിൻ്റെ വെള്ളത്തിൻ്റെ പറഞ്ഞ് മാറി വന്നു. കമ്മ്യൂണിസ്റ്റ് ബസ്സുകാരെ സമിതി അതൊക്കെ വന്ന് പറഞ്ഞിട്ട് യാതൊരു ഇത് ഈ റോഡിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളക്കെട്ടാണ്. ഒരു മഴ പെയ്താൽ ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. വലിയ ഒരാഴ്ച കഴിഞ്ഞാൽ പറ്റില്ല. പുഴയായിട്ട് പോകും. ഇതിനൊരു പറഞ്ഞ് തീരുവരെ നോക്കി ഞങ്ങൾ ബുദ്ധിമുട്ടത്. അതിന് ഇതിൻ്റെ കാലത്ത് അവിടെ നിന്നൊക്കെ മുനിസിപ്പാലിറ്റി കൗൺസിലർ, അവിടുത്തെ 16 വാർഡിലെ കൗൺസിലർ കൊണ്ടുവന്ന് വെള്ളമുള്ള വെള്ളമൊക്കെ കറണ്ട് ഇങ്ങോട്ടാക്കി വെച്ചു. അവിടെ നിന്നുള്ള പഠിക്കേണ്ട വെള്ളമൊക്കെ ആളുകളുടെ വീട്ടിലെ വേസ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഫസ്റ്റ് കേരളയിൽ അവിടുത്തെ അതിൻ്റെ തീരുമാനമായില്ല. ഫസ്റ്റ് മഴ പെയ്ത് ഞങ്ങളുടെ വീട്ടിൽ വേസ്റ്റുകളും മാസ്കും കുപ്പിയും ചെരുപ്പ് വന്ന് ഗേറ്റിന് അടിക്കും. അതിന് തീരുമാനം ഉണ്ടായ ഭരണസമിതി അവിടെ ഉണ്ടാക്കി. ഭയങ്കര എത്ര വരെ വെള്ളം വരാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്ര വരെ വെള്ളം നമ്മൾ നിൽക്കും. അങ്ങനെയാണ് ഈ ചുമടി. ഇങ്ങനെ എന്താ ചെയ്യണം? 8 വർഷം കഴിഞ്ഞായിട്ട് ഒരു തരത്തിലൊരു മഴക്കാലം വന്ന് ഞങ്ങിയ നനഞ്ഞു പോയിന്നറിയാം. എൻ്റെ പേര് ഉഷ. കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തിട്ട് ഇവിടെ ഡെങ്കിപ്പനി, എലിപ്പനി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൂടുതലായിരുന്നു.
ഈ വെള്ളക്കെട്ട് കാരണം കൊണ്ട് കാൽനട യാത്രക്കാർക്ക് ആർക്കും നടക്കാൻ സാധിക്കുന്നില്ല. അമ്പലത്തിൽ പോണ ആൾക്കാർക്ക് പോകാനോ ഇവിടെ അംഗനവാടിയിൽ കുട്ടികളെ കൊണ്ട് പോകാനോ ഒന്നും സാധിക്കുന്നില്ല. 8 വർഷമായിട്ട് ഇങ്ങനെയാണ് ഇവിടെ ഈ റോഡിൻ്റെ അവസ്ഥ. ഇത് എൻ്റെ കടയാണ്. എൻ്റെ പേര് അപ്പക്കുട്ടനാണ്. ഈ 16-ാം വാർഡിൽ ഇതുപോലെ ഈ വെള്ളക്കെട്ട് ഒരു 7 വർഷമായിട്ട് ഇവിടെ എന്നും വെള്ളക്കെട്ടാണ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്താലും വെള്ളം കെട്ടും. അപ്പോൾ ആർക്കും ഇതിൽ വരാനോ പോകാനോ ഈ സ്കൂളിലെ പിള്ളേരും പോകുന്നുണ്ട്, യാത്രക്കാരുണ്ട്, വണ്ടിക്കാരുണ്ട്. ആർക്കും പോകാൻ പറ്റില്ല. ചെറു മഴ പെയ്താലും എല്ലാവർക്കും വഴി മാറി പോകാം. അപ്പോൾ ഇത് ഒരു 7 വർഷമായി ഇത് തുടങ്ങിയിട്ട്. ഇത് എന്തെങ്കിലും പരിഹാരം കാണാൻ ആരെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കത് വേറെ എത്ര ആൾക്കാരോട് വീണു, എത്ര പിള്ളേരോട് വീണു കുഴിയിൽ ഇന്നൊരാൾ വണ്ടിയിൽ വീണു. എന്നിട്ട് ഞങ്ങൾ പിടിച്ചാൽ എൻ്റെ പേര് ധന്യ. ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന എൻ്റെ അച്ഛനാണ്. ഞങ്ങളിവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഈ റോഡ് ഭയങ്കര ബ്ലോക്കായി മാറുകയാണ്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡ് ഭയങ്കര ബ്ലോക്കായി മാറുകയാണ്. ഒരു 2-3 വാർഡുകാർ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ അമ്പലത്തിലേക്കും പിന്നെ സ്കൂളിലേക്ക്, അക്ഷയ സെൻറ്റർ, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അങ്കമാലി കാലടി റോഡ് ഇതാണ്. അപ്പോൾ അത് ഈ വണ്ടികൾ പോകുന്നതും ഈ മഴയത്തായതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരുടെ വീട്ടിലേക്കാണ് വെള്ളം കയറി വരുന്നത്. അതും ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. മെയിനായിട്ടുള്ള പ്രശ്നം അതാണ്. ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ടോയ്ലറ്റിൽ വെള്ളം കയറിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് മാസത്തി. ഞാൻ നായത്തോട് 16-ാം വാർഡിലാണ് താമസിക്കുന്നത്. ഇത് നായത്തോട് ശിവനാരായണ ടെമ്പിൾ റോഡാണ്. ഈ വഴി ആശ്രയിച്ചിട്ട് 500 വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതിവിടെ മഹാകവിജി മെമ്മോറിയൽ സ്കൂളിൽ അടുത്ത് തന്നെയാണ് ഈ വഴി ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾ പോകുന്നത്. അതേപോലെ 714-ൻ്റെ ഒരു ചെറിയ ബ്രാഞ്ച് അപ്പുറത്തുണ്ട്. അതിലേക്ക് പോകുന്ന ആൾക്കാരും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബഡ്സ് സ്കൂള്, പിന്നെ അംഗനവാടി, KSCB, ഇത്രയെല്ലാ സ്ഥാപനങ്ങളും, അക്ഷയ സെൻറ്ററിലേക്കും ഒത്തിരി ജനങ്ങൾ ചെത്തിക്കോട്ടിൽ നിന്ന് ഇതിലെയാണ് സഞ്ചരിച്ച് പോകുന്നത്. ഒരു തുള്ളി മഴ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രളയം പോലെയാണ്. 2018 വന്ന പ്രളയത്തിലെ വെള്ളം പോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് ഒരു 8 വർഷത്തോളം ആയിട്ടുണ്ട്. ഇവിടെ കൂടുതൽ ഇതിൻ്റെ ഭീഷണി അനുഭവിക്കുന്നത് ഈ സ്ഥാപനം, ഇവിടെ താമസിക്കുന്ന വീട്ടുകാർ. പിന്നെ അതേപോലെ തന്നെ ഈ വാർഡിലെ കേസുകൾ, ഡെങ്കു, എലിപ്പനി കേസുകൾ കുറവായാലും ഇനി വരണ കാലം അങ്ങനെ ഉണ്ടാവണമെന്ന് ഉറപ്പില്ല. കാരണം ആരോഗ്യം എല്ലാവർക്കും കുറഞ്ഞാണ് വരണത്. പിന്നെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഒത്തിരി പേര് ഇവിടെ വീണ് ആക്സിഡൻ്റൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൈയും കാലും ഒടിഞ്ഞ് വയസ്സായ ആൾക്കാർ അമ്പലത്തിൽ പോകാനും പറ്റുന്നില്ല. സ്കൂൾ കുട്ടികൾക്കും പ്രശ്നമാണ്. മഴ നനഞ്ഞ് ചീഞ്ഞ് വെള്ളത്തിലാണ് കുട്ടികൾ സ്കൂളിൽ പോണത്. ഇവിടെ ഈ ഒരു പ്രശ്നം കാരണം ഇനി വരാൻ പോണ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ടാവും തന്നെ ഞങ്ങൾ ഉറപ്പിക്കുന്നു. കാരണം ഇവിടെയൊക്കെ വെള്ളം മണ്ണിട്ട് പൊക്കി ആകെ ഈ മലിനീകരണങ്ങളും പിന്നെ അതേപോലെ തന്നെ മലവിസർജനം എല്ലാം ഈ വെള്ളത്തിലാണ് ഒഴുകുന്നത്. ഇവിടെ അടുത്തുള്ള വീട്ടുകാർക്കും ഒരു തുള്ളി മഴ പെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്ന് ബാത്റൂമിലൊന്നും പോകാനും പറ്റാത്ത ഒരവസ്ഥയാണ്. അത് സ്വാഭാവികമായിട്ട് ഇവിടെ വെള്ളം കെട്ടിയെടുക്കണമുണ്ട്. ടോയ്ലറ്റിലൊക്കെ വെള്ളം പൊങ്ങി വന്നേക്കണമുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാരും ഇങ്ങനെ വന്ന് പറയാനും പരാതി പറയാനും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ഒരു പരിഹാരം കാണാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ പ്രദേശവാസികൾ ജീവിക്കുന്നത്. എൻ്റെ പേര് മോഹനാണ്. എൻ്റെ വീട് അവിടെ നിന്ന് ഇവിടെ വരാനായിട്ട് ഇതേപോലെ വെള്ളക്കെട്ടായിട്ട് കിടക്കാണ്. ഇത്ര വർഷമായി പറയുമോ 6-7 കൊല്ലമായിട്ട് കിടക്കുന്ന പരിപാടി അതെ. മനുഷ്യന് പോകേണ്ടതില്ല. എത്ര പിള്ളേരെ സ്കൂൾ ഈ ട്യൂഷൻ കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഇവിടെ വീഴുന്നത് ഈ വെള്ളക്കെട്ട് കാരണമുണ്ട്. ഇന്നിപ്പോൾ 2 പേരായിട്ട് വീണ്ടുണ്ട് ഇവിടെ. ഇതൊക്കെ നമ്മളെന്നെ പിടിച്ചാൽ ബീച്ച് വിടാം, കടലിലേക്ക് കയറാമെന്ന് വരുത്തില്ല. കട അകത്ത് മുഴുവൻ വെള്ളം കയറാം. ഇതാണ് അവസ്ഥ. അമ്പലത്തിൽ കൊണ്ടുവന്നു ടെമ്പിൾ റോഡിന് പേര്. ഇപ്പോൾ 5 മണിക്ക് തോണി ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്ന് ഇതാണ് നടക്കുന്നത്. അപ്പോൾ 5
ഇങ്ങനെ മാറി ഇടപാടിനോട് കളിക്കേണ്ടി വരും. അത് എന്തെങ്കിലും ഇതുമായിട്ട് പുറത്തു പോകാനായിട്ട് ഇതേപോലെ വെള്ളക്കെട്ട് താല്പര്യമായിട്ടൊന്നും കണ്ടോ? ഇത്ര സ്ഥലം മാത്രമേ ഒഴിവാക്കിയിട്ടേക്കാണ്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.